ഒരു വചനം പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കാം. വചനം ഇതാണ്, ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം. ഏത് പ്രവാചകൻ കേട്ടിട്ടുണ്ടല്ലോ? ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെ പറ്റി ചിന്തിക്കുവിൻ. ശാന്തമായിട്ടിരിക്കണം. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഹഗ്ഗായി പ്രവാചകനിലൂടെ കർത്താവ് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ സ്ഥിതിയെ പറ്റി ചിന്തിക്കുവിൻ. സ്വരമേർത്തി ഹല്ലേലൂയ, സ്വരമേർത്തി ഹല്ലേലൂയ. ഹഗ്ഗായി പ്രവാചകൻ ഉദ്ദേശിച്ച സ്ഥിതി എന്ത് സ്ഥിതി? സാമ്പത്തിക സ്ഥിതി, എന്തെങ്കിലും മനസ്ഥിതി, മനസ്ഥിതി, യെസ് ഓർ നോ? യെസ്. ധനസ്ഥിതി, ആത്മീയ സ്ഥിതി, യെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹഗ്ഗായി പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് ഇന്ന് നമ്മോട് ഈ നോമ്പിന്റെ, അതായത് പേത്രത്തായുടെ നാളെ ഇന്ന് അർദ്ധരാത്രി മുതല് നോമ്പ് ആരംഭിക്കുന്നു സഭയിൽ, ആഗോള സഭയിൽ തന്നെ. ആ സമയത്ത് കർത്താവ് നമ്മോട് ചോദിക്കുന്നു, മക്കളെ, നിങ്ങൾ നിങ്ങളുടെ സ്ഥിതിയെ പറ്റി ചിന്തിക്കുവിൻ. ആധ്യാത്മിക, നിന്റെ ആത്മാവിന്റെ സ്ഥിതി എന്താണ്? ആ സ്ഥിതിയെ പറ്റി ചിന്തിക്കുവിൻ. നാം ഇവിടെ കൂടിയിരിക്കുന്ന ഈ സമൂഹം എന്ന് പറയുന്നത് നന്നായി പ്രാർത്ഥിക്കുന്ന സമൂഹമാണ്. പ്രിയമുള്ളവർ, ഇതെല്ലാം ഉണ്ടെങ്കിലും എനിക്കും നിങ്ങൾക്കും ഇപ്പോഴും പാപമുണ്ട്. എങ്കിൽ കർത്താവ് ഈ നോമ്പുകാലം ഒരിക്കൽ കൂടെ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിച്ചു. ഇവിടെ നമ്മോട് ചോദിക്കാം, മക്കളെ, നിങ്ങളുടെ സ്ഥിതിയെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. സ്ഥിതിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്റെ ആത്മാവിന്റെ സ്ഥിതിയാണ്, എന്റെ മനസ്സിന്റെ സ്ഥിതി. സഹോദരി പറഞ്ഞ് കറക്റ്റാ. മനസ്സിന്റെ സ്ഥിതി ആത്മാവിന്റെ സ്ഥിതിയിലേക്ക് നയിക്കുന്നു. എന്റെ മനസ്സാണ് എന്നെ പലപ്പോഴും തിന്മയിലേക്കോ അല്ലെങ്കിൽ നന്മയിലേക്കോ നയിക്കപ്പെടുന്നത്. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ നോമ്പുകാലം, ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷയിൽ എന്നോട് പറഞ്ഞിരിക്കുന്നത് അനുതാപത്തെ കുറിച്ച് പങ്കുവെക്കാൻ ആണ്. അനുതാപത്തെ കുറിച്ച് പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ നോമ്പ് ആരംഭിക്കുന്ന ദിവസം തന്നെ നമ്മൾ കർത്താവിന്റെ കൂടെ ആയിരിക്കുവാൻ, പ്രാർത്ഥിച്ച് ഒരുങ്ങുവാൻ, വളരെയേറെ ജീവിതത്തിലെ ഒത്തിരിയേറെ കാര്യങ്ങളിൽ ദൈവവുമായിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധം നഷ്ടപ്പെട്ടെങ്കിൽ ആ നഷ്ടപ്പെട്ട ബന്ധത്തെ പുനഃസ്ഥാപിക്കാൻ, പ്രത്യേകിച്ച് ഹൃദയത്തിലുള്ള അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വ്യക്തികൾ, വെറുപ്പ്, വിദ്വേഷം, ഇങ്ങനെയുള്ള സംഗതികൾ എനിക്കും നിങ്ങൾക്കും സഹോദരങ്ങളെ ഉണ്ട്. എങ്കിൽ കർത്താവ് എന്താണ് ഈ നാളുകളിൽ, ഈ ദിവസങ്ങളിൽ, ഈ പ്രാർത്ഥനാ നാളുകളിൽ ആഗ്രഹിക്കുന്നത്? അതിന് സ്ഥിതിയെ പറ്റി അറിയണമെങ്കിൽ ഞാൻ എന്റെ സ്ഥിതി, എന്റെ ആത്മീയ സ്ഥിതി വഷളാക്കുന്ന കാര്യം, ആ സ്ഥിതിയെ മോശമാക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കണം. സ്വരമേർത്തി ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊരു പാപമുണ്ടെങ്കിലേ അനുതാപത്തിന്റെ ആവശ്യമുള്ളൂ. ഞാൻ പാപിയാണെന്നുള്ള ബോധ്യവും ചിന്തയുണ്ടെങ്കിലേ എനിക്ക് അനുതപിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ പാപിയാണെങ്കിൽ ഞാൻ ആദ്യം പാപിയാണോ? വിശുദ്ധനായ ജോൺ പോൾ പാപ്പ പറഞ്ഞു, ഇന്നിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് പാപബോധമില്ലായ്മയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ, അല്ലെ ലോകത്ത് നടക്കുന്ന സംഭവം, നമുക്കറിയാം ഇന്ന് 2021 ലോകം സഭ വളർന്നപ്പോ പഴയ കാലഘട്ടങ്ങളെക്കാളൊക്കെ വ്യത്യസ്തമായ രീതിയിൽ മീഡിയകളും സംഭവങ്ങളും എല്ലാം വളർന്നപ്പോഴേക്കും ഒത്തിരിയേറെ തിന്മയുടെ ആധിപത്യങ്ങൾ യുവജനങ്ങളോട്, കുട്ടികളുടെ ശുശ്രൂഷയ്ക്ക്, ചെറുപ്പക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും മൊബൈൽ അങ്ങനെ ഉപയോഗിക്കുന്നു, എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പാപമാണ് എന്നുള്ള ബോധ്യം കുഞ്ഞുങ്ങൾക്കോ യുവജനങ്ങൾക്കോ കൂട്ടുന്ന ഇപ്പോഴത്തെ തലമുറയിലുള്ളവർക്കോ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയുണ്ട്. സ്വരമേർത്തി ഹല്ലേലൂയ. കൂടെ ഹല്ലേലൂയ. എങ്കിൽ എന്താണ് പാപം? എന്താണ് പാപം?
ഒറ്റ ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവവചനം അനുസരിക്കാത്തതാണ് എന്റെ പാപം. എന്ന് പറഞ്ഞേ, ദൈവവചനം അനുസരിക്കാത്തതാണ് എന്റെ പാപം. ഹല്ലേലൂയ. ദൈവവചനം അനുസരിക്കാത്തതാണ് എന്റെ പാപം. 1 യോഹന്നാൻ 3:4 പറയുന്നുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായം 4-ാമത്തെ തിരുവാക്യത്തിൽ പറയുന്നുണ്ട്, എന്താണ്? പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. പാപം നിയമലംഘനമാണെങ്കിൽ ഞാൻ നിയമം ആദ്യം അറിയണം. നിയമം ലംഘിച്ചു എന്ന ബോധ്യം കിട്ടിയാലേ എനിക്ക് എന്തിനു കഴിയുള്ളൂ. നമ്മൾ എന്തിനെ കുറിച്ചാ പറയുന്നത്? അനുതാപത്തെ കുറിച്ച്. ഞാനൊരു പാപിയാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിലേ എനിക്ക് അനുദപിക്കാനുള്ള അക്രമം കിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ നിയമം ലംഘിക്കുന്നു ഒരുവൻ പാപം ചെയ്യുമ്പോൾ. അവൻ എന്ത് ചെയ്യുന്നു? നിയമം ലംഘിക്കുന്നു. നമുക്കറിയാം, സിവിൽ ലോസ് ഉണ്ട്. രാജ്യത്തിന്റെ നിയമമുണ്ട്. ഇവിടെ രാജ്യത്തിന്റെ നിയമം അല്ല പാപം എന്ന് പറയുന്നത് ഒരുവൻ ലംഘിക്കുമ്പോൾ ഉണ്ടാകുന്നത്, മറിച്ച് എന്റെ കർത്താവിന്റെ നിയമമാണ്, എന്റെ സഭയുടെ നിയമമാണ്. തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ തിരുവചനം, തോബിത്ത് 12:10 പറയുന്നു, പാപം ചെയ്യുന്നവൻ ജീവന്റെ ശത്രുവാണ്. എല്ലാവരും കരമുയർത്തി പറയാമോ? പാപം ചെയ്യുന്നവൻ ജീവന്റെ ശത്രുവാണ്. പാപം ചെയ്യുന്നവൻ ജീവന്റെ ശത്രുവാണ്. ഉത്തരം പറയുക. ഏത് ജീവൻ? കറക്റ്റ്. നിത്യജീവൻ അഥവാ ദൈവിക ജീവൻ. എല്ലാവരും കയ്യിൽ നന്നായിട്ട് കരമടിച്ചു. അപ്പോൾ പാപം ചെയ്യുന്നവൻ ജീവന്റെ ശത്രുവാണ് എന്ന് പറഞ്ഞാൽ ജീവനിൽ നിന്ന് നിത്യജീവനിലേക്കുള്ള പ്രവേശനമാണ് ഈ ഭൂമിയിലെ ജീവിതത്തിൽ എന്റെ ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ജീവനിൽ നിന്ന് നിത്യജീവനിലേക്ക്. ഇപ്പോൾ ഞാൻ ജീവനുള്ളവനായി ഇവിടെ കാണപ്പെടുന്നെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഈ ജീവിതത്തിൽ നിന്ന്, ജീവനിൽ നിന്ന് ഞാൻ എവിടേക്ക് പ്രവേശിക്കണം? നിത്യജീവനിലേക്ക്. പാപം ചെയ്യുന്നവൻ നിത്യജീവന്റെ ശത്രുവാണ്. എന്റെ നിത്യജീവൻ, എന്റെ കർത്താവിനോടൊത്തുള്ള ആ വാസം, അത് നഷ്ടപ്പെടുത്തുന്നു ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ. നമ്മൾ പറയുന്നത് അനുതാപത്തെ കുറിച്ച്, അനുതാപത്തിലേക്ക് നയിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുമ്പോ പാപം എന്താണെന്നുള്ള അറിവ് നമുക്കുണ്ടാകണം. സ്വമേധി ഹല്ലേലൂയ. വലതുകൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥം CCC 1850 പറയുന്നത് ഇങ്ങനെയാണ്: പാപം ചെയ്യുന്നവൻ ദൈവത്തെ ദ്രോഹിക്കുന്നു, അഥവാ ദൈവത്തിനെതിരെയുള്ള ദ്രോഹമാണ് പാപം. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഒക്കെ ദൈവത്തെ ദ്രോഹിക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്. പാപം ചെയ്യുമ്പോൾ ദൈവത്തെ ദ്രോഹിക്കുന്നു എന്നാണ് CCC പഠിപ്പിക്കുന്നത്, സഭയുടെ പ്രബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. എങ്കിൽ ഞാൻ എന്റെ ദൈവത്തെ ദ്രോഹിച്ചു എന്ന ബോധ്യം ജനിച്ചാല്, എന്റെ ദൈവമേ, ഞാൻ നിനക്കെതിരായി, 51-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവമേ, അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. ദാവീദ് രാജാവ് താൻ പാപിയാണ് എന്ന ബോധ്യം കിട്ടിയപ്പോ, ദൈവമേ, ഞാൻ നിങ്ങളുടെ സന്നിധിയിൽ ഒരു മഹാപാപിയാണെന്നുള്ള ബോധ്യം കിട്ടിയപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ അങ്ങയുടെ മുമ്പിൽ ധാരാളം തിന്മകൾ പ്രവർത്തിച്ചു. ഈ തിന്മ പ്രവർത്തിച്ചു എന്ന ബോധ്യം കിട്ടിയാലേ എനിക്ക് അനുതാപത്തിലേക്ക് പോകാൻ, അനുതാപത്തിലേക്ക് കടക്കുവാനായിട്ടുള്ള കൃപ എനിക്ക് ലഭിക്കുകയുള്ളൂ. സ്വമേധി ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഗീത പുസ്തകം 107-ാം അധ്യായത്തിന്റെ 17-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 107:17, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി, തങ്ങളുടെ അകൃത്യങ്ങളാൽ ചിലർ ദുരിതത്തിലായി. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു, അകൃത്യങ്ങളാൽ ദുരിതത്തിലായി. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, കണ്ണു തുറന്നിരിക്കണം. എല്ലാവരും കണ്ണു തുറന്നിരിക്കണം. ഈ സമയം വല്ലാത്തൊരു സമയമാണ്.
കർത്താവിൽ നിന്ന് പ്രാപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കണ്ണ് തുറന്നിരിക്കണം. അപ്പോൾ പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് രോഗികളായി എല്ലാ രോഗത്തിന്റെയും പിന്നിൽ പാപമാണെന്ന് ബൈബിളോ സഭയോ പഠിപ്പിക്കുന്നില്ല. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന ചിലർ രോഗികളായി അകൃത്യങ്ങളാൽ ദുരിതത്തിലായി. പ്രിയപ്പെട്ടവരെ, ചില രോഗങ്ങളുടെ പിന്നിൽ പാപമുണ്ട്. ചില രോഗങ്ങളുടെ പിന്നിൽ പാപമുണ്ട്. അത് തർക്കമറ്റ കാര്യമാണ്. ഞാൻ ഈ രോഗിയായി തീർന്നതിന് മുമ്പിൽ പാപമുണ്ട് എന്ന് എനിക്ക് ബോധ്യം കിട്ടുമ്പോഴേ എനിക്ക് അനുതാപത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുള്ളൂ. ആ പാപം അത് അകൃത്യമാണ് എന്ന് ബോധ്യം എനിക്ക് വരുമ്പോഴേ അകൃത്യത്തിന്റെ വലിയ ഗ്രാവിറ്റി എനിക്ക് മനസ്സിലാക്കുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ സാധാരണ മനുഷ്യര് വലിയ ഗൗരവം കൊടുക്കാതെ അത് കുഴപ്പമില്ല, അങ്ങനെയൊന്നും ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു വലിയ സംഭവമുണ്ട്. അത് മറ്റൊന്നുമല്ല, മദ്യപാനം. വീടുകളില്, മറ്റ് ആലയങ്ങളില്, ഇടങ്ങളിൽ പോയി മദ്യപിക്കുന്ന ആ അവസ്ഥയെ കുറിച്ച് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവചനം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? യേശയ്യായുടെ പുസ്തകം 22:13. എന്നാൽ അവിടെ ഇറച്ചി തീറ്റിയും വീഞ്ഞുകുടിയും താഴെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ മരിക്കുന്നത് വരെ ഈ അകൃത്യം ഞാൻ ക്ഷമിക്കുകയില്ല. ഹല്ലേലൂയ. 107-ാം സങ്കീർത്തനത്തിന്റെ 17 പറയാണ്, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചില രോഗികളായി തങ്ങളുടെ അകൃത്യങ്ങളാൽ ദുരിതത്തിലായി. പ്രിയമുള്ളവരെ, ഞാൻ ചെയ്യുന്ന അകൃത്യമാണെന്ന് എനിക്ക് ബോധ്യം കിട്ടിയാലേ എനിക്ക് ആ പാപം ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഈ നാട്ടിലാണെങ്കിലും ഏത് ദേശത്താണെങ്കിലും ചില മനുഷ്യരുണ്ട്. നമ്മൾ പറയുന്നത് നമ്മുടെ സഭയിലെ കത്തോലിക്ക സഭയിലെ നമ്മുടെ കുടുംബങ്ങളെ ആളുകളെ കുറിച്ചാ. അവരോട് മദ്യപിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവര് ന്യായങ്ങൾ പറയും. അവർ ന്യായങ്ങൾ പറയും. ഞാൻ വീട്ടിൽ വെച്ചാ കുടിക്കുന്നത്, വീട്ടിൽ വെച്ച് മദ്യപിക്കുന്നതിന് യേശയ്യായുടെ പറഞ്ഞത് ഈ അകൃത്യം ഞാൻ മരിക്കുന്നത് വരെ ക്ഷമിക്കയില്ല. ഹല്ലേലൂയ. അപ്പൊ ആ വ്യക്തിക്ക്, ആ കുടുംബത്തിലെ വ്യക്തിക്ക്, ആ സഹോദരന് അല്ലെ ആ സഹോദരിക്ക് ഇത് അകൃത്യമാണെന്ന് തോന്നിയാലേ ആ വ്യക്തിക്ക് അത് ഉപേക്ഷിക്കാൻ, അനുതാപത്തിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. പാപമാണ്, പാപം ഉണ്ട്, ഞാനൊരു പാപിയാണ് എന്നുള്ളൊരു ബോധ്യം എനിക്ക് എന്റെ ദൈവം തരണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നാളുകളിൽ പോലും ഇത്രത്തോളം ശുശ്രൂഷകളും വചനങ്ങളും നമ്മുടെ സഭയില് ഉണ്ടായിട്ട് പോലും നമുക്കറിയാൻ കഴിഞ്ഞ 1 വർഷക്കാലമായി ശുശ്രൂഷകളില്ല, വചനമില്ല. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദേശത്ത് ക്ഷാമം അയക്കാൻ പോകുന്നു. എന്തിനു വേണ്ടിയാ? ഭക്ഷണത്തിനോ ദാഹജലത്തിനോ വേണ്ടിയല്ല, വചനത്തിന്റെ ദാഹം. പ്രിയപ്പെട്ടവരെ, അനേക മനുഷ്യർ വിളിച്ചിട്ട് ചോദിക്കും, എന്നാ ബ്രദറെ ശുശ്രൂഷ തുടങ്ങുന്നേ, എന്നാ അവിടെ വണ്ടേ തുടങ്ങുന്നേ, എന്നാ ധ്യാനം തുടങ്ങുന്നേന്ന് ചോദിക്കും. ആഗ്രഹം മനുഷ്യന് ജനിക്കാൻ തുടങ്ങി. വചനത്തിന്റെ ക്ഷാമം ഇനിയും വരാതിരിക്കാൻ ഞാനും നിങ്ങളും ഉണർവുള്ളവരായി കർത്തൃസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയ എല്ലാ മേഖലകളിലും അങ്ങ് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവചനത്തിൽ ഒരു വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവചനം 7:13. ഞാൻ മഴ തരാതെ ആകാശമടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കുവാൻ വെട്ടുക്കിളിയെ നിയോഗിക്കുകയോ എന്റെ ജനത്തിനിടയിൽ മഹാമാരി മഹാമാരി അയക്കുകയോ ചെയ്യുമ്പോൾ എന്റെ നാമം പേർന്ന എന്റെ ജനം മതി. സഹോദരി മതി, ബാക്കി ഇപ്പൊ വായിക്കാം.
പ്രിയപ്പെട്ടവരെ, ബൈബിൾ പരിശോധിച്ചോ, 100 സ്ഥലങ്ങളിൽ പറയുന്ന ഒരു മഹാമാരിയെ കുറിച്ച്. ഈ നാളുകളിൽ നാം കേൾക്കുന്നുണ്ട് ഒരു മഹാമാരിയെ കുറിച്ച്. ഉണ്ടോ ഇല്ലയോ? ഇങ്ങനെയുള്ള സംഭവം ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ കാണുന്നുണ്ട് മഹാമാരിയെ കുറിച്ച്. അവിടെ നമ്മൾ ദൈവം ശിക്ഷിക്കുന്നതാണോ അല്ലോ, അതിലേക്കൊന്നും കടക്കണ്ട. കാരണം നമ്മുടെ ദൈവം ശിക്ഷിക്കുന്ന ദൈവമല്ല, ശിക്ഷണം നൽകുന്ന ദൈവമാണ്, രക്ഷിക്കുന്ന ദൈവമാണ്, ശിക്ഷണത്തിലൂടെ രക്ഷിക്കുന്നവനാണ്. എല്ലാവരും ഉറക്കെ ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറയാ, നിന്റെ ആകാശം അടച്ച് മഴ പെയ്യുന്നില്ല, വലിയ വരൾച്ച ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി, ഭൂമികുലുക്കം ഉണ്ടായി, നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടായി, മഹാമാരി ഉണ്ടായി. 3-4 കാര്യങ്ങൾ നീ ചെയ്യണം. എന്തൊക്കെയാണ്? വായിച്ചേ. എന്റെ നാമം പേറുന്ന എന്റെ ജനം. മതി. ആര്? എന്റെ നാമം പേറുന്ന എന്റെ ജനം. എന്റെ നാമം പേറുന്ന എന്റെ ജനം ആരാ? നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ എന്തിനാ ഇങ്ങനെ കാടടച്ച് പിടിവെക്കുന്നേ? ഞാൻ ആമേൻ. ഞാൻ എന്റെ കർത്താവിന്റെ നാമം പേറുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. ഞാൻ എന്തു ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? എന്നെ അന്വേഷിക്കണം. 1, ദൈവത്തെ ഞാൻ അന്വേഷിക്കണം. 2, തങ്ങളെ തന്നെ എളിമപ്പെടുത്തണം. 3, പ്രാർത്ഥിക്കണം. ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ചെയ്യുന്ന ദുർമാർഗമാണെന്ന് എനിക്ക് മനസ്സിലാവണ്ടേ? ആണോ വേണ്ടി? ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് മാടക്കട ചെന്നിട്ട് ബീഡിയിലെ സിഗരറ്റ് മേടിച്ച് വലിച്ചാൽ അത് ദുർമാർഗമാണെന്ന് എനിക്ക് തോന്നണ്ടേ? തോന്നണ വേണ്ടയോ? ആ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ കർത്താവ് എന്ത് ചെയ്യും? സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും. ആമേൻ. ഉടനെ മഹാമാരി എടുത്തു മാറ്റുമെന്നോ ഉടനെ എല്ലാം ഓക്കെ ആക്കുമെന്നോ കർത്താവ് പറഞ്ഞിട്ടില്ല. ആദ്യം പാപം ക്ഷമിക്കൂ. എന്റെ പാപം ക്ഷമിച്ചാലേ എനിക്ക് അനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടാവൂ. ആമേൻ. യൂദിത്ത് 5:17 തങ്ങൾക്കെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം ഇസ്രായേൽ ജനത്തിന് അഭിവൃദ്ധി ഉണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്രായേലിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിക്കുക. പുറപ്പാട് പുസ്തകത്തിൽ ദൈവമായ കർത്താവ് ഒരു ജനത്തെ മോശയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്നത് നാം വായിക്കുന്നുണ്ട്. ഈ ജനത്തിന്റെ ചരിത്രം പരിശോധിച്ചോ, അവർ ദൈവത്തോട് ചേർന്ന് ദൈവ നിയമങ്ങൾ പാലിച്ചു പോയ കാലത്ത് അവർക്ക് ഐശ്വര്യം അനുഗ്രഹമുണ്ടായി. ദൈവത്തോട് മല്ലടിച്ച് ദൈവത്തെ വിട്ട് അന്യവിഗ്രഹങ്ങളെ ദേവന്മാർക്ക് ആരാധന അർപ്പിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയ കാലത്ത് അവർക്ക് പീഡകൾ ഉണ്ടായി. യൂദിത്ത് 5:17 പറയാണ്, ദൈവമായ കർത്താവോട് ചേർന്ന് നിന്ന കാലത്ത് അനുഗ്രഹമുണ്ടായി. പാപത്തെ വെറുക്കുന്ന ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അനുഗ്രഹം ഉണ്ടാകണോ? എന്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകണോ? ഞാൻ ചെറുതും വലുതുമായ സകല പാപങ്ങളും വിട്ട് എന്റെ ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ എന്റെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളുടെ 1-ാം സ്ഥാനത്ത് എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം നല്ലതാണെങ്കിലേ എന്റെ ദൈവം എനിക്ക് അനുഗ്രഹം നൽകുകയുള്ളൂ. ഹല്ലേലൂയ. ചില മനുഷ്യരൊക്കെ ചില ഇടവകളില് ചില സ്ഥലങ്ങളില് എല്ലാ വിധത്തിലുള്ള മോശമായ ജീവിത വഴികളിൽ ഞാനും നിങ്ങളും ഉൾപ്പെടെ ആയിരുന്ന നാളുകളിൽ ദൈവത്തിന്റെ വചനം കേട്ട് ദൈവത്തിലേക്ക് കടന്നു വന്നിട്ട് ഈ അടുത്ത കാലത്ത് ഒരു സഹോദരൻ പറയാ, ആ കുടുംബത്തെ ഒന്ന് നോക്കിക്കേ, ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് വർഷങ്ങൾ കൊണ്ട് അത്ഭുതകരമായ രീതിയിൽ മക്കളെയും ജീവിത വഴികളെയും ഉയർത്തി കരപടിച്ച് കെട്ടാൻ. അങ്ങനെ ഉയർത്തിയെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവം ഉയർത്തുന്നത്. അപ്പോൾ എനിക്ക് കുറവുണ്ട്, ഞാൻ എളിമപ്പെടണം, ഞാനൊരു പാപിയാണെന്ന് ബോധ്യം വന്നാലേ എനിക്ക് അനുതാപത്തിലേക്ക് പശ്ചാത്താപത്തിലേക്ക് നയിക്കാൻ എന്നെ തന്നെ എന്റെ ദൈവം എളിമപ്പെടുത്തി നയിക്കുവാനായിട്ട് ഇടയാവുകയുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രത്തോളം ഒക്കെ വചന ശ്രവണമുണ്ടായിട്ടും വചനങ്ങൾ വായിച്ചിട്ടും
ഇന്നും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും അറിയാത്ത ദൈവമക്കൾ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തിൽ കുടുംബങ്ങളിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നാം പ്രമാണം തൊട്ട് ലംഘിച്ച് ജീവിക്കുന്ന മനുഷ്യർ. ഒന്നാം ധ്യാനങ്ങളിലൊക്കെ എന്റെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത്രത്തോളം ദൈവവചനം കേട്ടിട്ടും ഇതാ പോയിരിക്കുക ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി, കൊച്ചു ഉണ്ടാകുമ്പോ മക്കൾ ഉണ്ടാകുമ്പോ ജാതകം എഴുതിക്കാൻ, അതുപോലെ സമയങ്ങളും കാലങ്ങളും ഋതുക്കളും. ഗലാത്യ 4:10 നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്ന് ഞാൻ സംശയിക്കുന്നു. നിങ്ങൾ ഇപ്പോഴും ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും കാലങ്ങളും സമയങ്ങളും നോക്കുന്നു പോലും. എനിക്ക് അനുതാപം ഉണ്ടാകണമെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ബോധ്യമുള്ള ആളാകണം. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും രാഹുവും ഗുളിക നോക്കിക്കൊണ്ട് നടക്കും. ഇസ്രായേലിന്റെ ചരിത്രം നേരത്തെ നമ്മൾ പറഞ്ഞു, പരിശോധിച്ചാൽ ദൈവത്തോട് ചേർന്നപ്പോൾ ഇസ്രായേൽ അഭിവൃദ്ധി പ്രാപിച്ചു. എങ്കിൽ പ്രധാനപ്പെട്ട 3 വലിയ ഗൗരവ പാപങ്ങൾ അതിന്നും സഭയിൽ പ്രസക്തമാണ്. അതൊന്ന് അപ്പോസ്റ്റസി, അല്ലെങ്കിൽ വിശ്വാസത്യാഗം. സത്യദൈവമായ യേശു ക്രിസ്തുവിനെ, സത്യദൈവത്തെ അറിഞ്ഞിട്ട് ആ ദൈവത്തെ ഉപേക്ഷിക്കൽ, അതാണ് അപ്പോസ്റ്റസി അല്ലെങ്കിൽ വിശ്വാസത്യാഗം, മതത്യാഗം എന്ന് പറയുന്നത്. 2 ഐഡലേറ്ററി. ഈ ദൈവത്തെ ഉപേക്ഷിച്ചോ കുഴപ്പമില്ല, പക്ഷേ ഇതാ മറ്റു വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്ന അവസ്ഥ. ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന ബോധ്യമുണ്ടെങ്കിൽ എനിക്ക് അനുതാപം ഉണ്ടാകും. എനിക്ക് എന്റെ ദൈവമേ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാനായിട്ട് കഴിയുള്ളൂ. 1 അപ്പോസ്റ്റസി, 2 ഐഡലേറ്ററി, 3 അഡൽറ്ററി. വ്യഭിചാരം, ജഡിക പാപങ്ങൾ, അശുദ്ധ ജീവിതം, അശുദ്ധി നിറഞ്ഞ ജീവിതം. അതേക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ കാലഘട്ടത്തിൽ ഇത്രമാത്രം സൗകര്യങ്ങൾ, സാങ്കേതിക വിദ്യകൾ വളർന്ന നാളുകളിൽ കുഞ്ഞു പ്രായം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും ഇന്ന് എല്ലാ കാര്യങ്ങളെ കുറിച്ചുമുള്ള അറിവ്, പാപത്തിന്റെ ആസക്തിയിലുള്ള വളർച്ചയുടെ ഒരു സംഭവമാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചുറ്റുവട്ടത്തിലെല്ലാം നടക്കുമ്പോൾ, നിൽക്കുമ്പോൾ ഇതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം എന്റെ ദൈവം എനിക്ക് തരണം. എന്റെ അധ്വാനം കൊണ്ടോ എന്റെ കഴിവ് കൊണ്ടോ എന്റെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടോ അല്ല, എന്റെ ദൈവമാണ് എന്നെ ഈ ബോധ്യത്തിലേക്ക് നയിക്കേണ്ടത്. അങ്ങനെ ദൈവം എന്നെ ബോധ്യത്തിലേക്ക് നയിച്ചാലേ എനിക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, ദൈവമേ എനിക്ക് തെറ്റുപറ്റി എന്ന് പറയുവാൻ, എനിക്ക് എന്റെ ജീവിതത്തിൽ തിരുത്തലുകൾ നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സാധാരണ മനുഷ്യര്, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പലപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് വീഴ്ച പറ്റുന്ന ഒരു മേഖലയാണ് വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, പക. കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചേരാത്ത അവസ്ഥ, വെറുപ്പ്, വിദ്വേഷം. അതുപോലെ തന്നെ അയൽക്കാര്, ബന്ധുക്കള്, മാതാപിതാക്കളും മക്കളും, മറ്റ് പല ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ എവിടെയാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഹൃദയത്തിൽ വെറുപ്പ്, വിദ്വേഷം. നമ്മൾ വലിയ കാര്യങ്ങളിലേക്കല്ല പോകേണ്ടത്. ഈ നാളുകളിൽ എന്റെ ദൈവവുമായിട്ട് ഞാൻ അനുരഞ്ജനപ്പെടുമ്പോൾ, എന്റെ ദൈവസന്നിധിയിൽ എനിക്ക് പാപമുണ്ട്, എനിക്ക് കുറവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ, ചെറിയ മേഖലകൾ, ചെറിയ കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കണം. ഹെബ്രായ പുസ്തകം 12:15 വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം, ഈ മേഖലയെ കുറിച്ച് ഒരു വചനം നമ്മോട് പറയുന്നുണ്ട്. ആർക്കും ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്ന് ഞാനും നിങ്ങളും ഈ കോവിഡ് കാലഘട്ടത്തിൽ വലിയ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണാക്കാം. നിന്റെ വലതുവശത്ത് 10,000ങ്ങളും. നിനക്കൊരനർത്ഥവും സംഭവിക്കില്ല. സങ്കീർത്തനം 91 നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വചനം ആ 91 സങ്കീർത്തനം വായിക്കുന്നുണ്ട്. ഈ ചുറ്റുവട്ടത്തിലൊക്കെ പല മനുഷ്യര് പല വിധത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കുമ്പോ ഈ ആലയത്തിൽ ദൈവത്തെ ആരാധിക്കാൻ ഞാൻ വന്നിരിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കൃപയുള്ളത് കൊണ്ട് എന്റെ ദൈവം എന്നെ വിളിച്ചതാ. ഉറക്കെ പറ, ഹല്ലേലൂയ. അവിടുത്തെ കൃപയാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഉറക്കെ പറ, ഹല്ലേലൂയ. അപ്പോൾ ഈ കൃപ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. കൃപ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. തുടർന്ന് 15-ാമത്തെ വചനം പറയാണ്, വായിച്ചേ. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം.
വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുകയും. കൊച്ചു വീട്ടമ്മമാർക്കൊക്കെ അമ്മായിമ്മയുണ്ട്, ഇല്ലേ? വീട്ടിൽ പറഞ്ഞതല്ലേ പോന്നെ? അതെ. ഈ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം അസ്വസ്ഥതകളാണ് പലപ്പോഴും. ഒരു ഭവനത്തിൽ തന്നെ ശ്രദ്ധിക്കണം, ഒരു വീട്ടിൽ തന്നെ 2 കഞ്ഞി വെക്കുന്ന കത്തോലിക്ക വീടുകൾ. ഈ കഴിഞ്ഞ നാളുകളില് പറയുക, ഒരു വീട്ടില് 2 തല വീടാ, താഴെ ഒരു കഞ്ഞി, മുകളിൽ ഒരു കഞ്ഞി. നാളുകളായി ഭാര്യ ഭർത്താക്കന്മാർ മിണ്ടിയിട്ട്, പക്ഷെ പുറത്തു പോകുമ്പോ ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബം, ഒരു കൊച്ചു അധികം നാളായിരുന്നു വിവാഹം കഴിച്ചിട്ട്, ഞങ്ങൾ മാതൃകാ ദമ്പതികളാന്നാ പറയുന്നത്, പക്ഷെ മിണ്ടിയിട്ട് 6 മാസം. ദൈവകൃപ നഷ്ടപ്പെടുവോ ഇല്ലയോ? ദൈവകൃപ നഷ്ടപ്പെടുവോ ഇല്ലയോ? നഷ്ടപ്പെടും. എന്താ ദൈവകൃപ? എന്റെ കുടുംബത്തിലേക്ക്, എന്റെ കുഞ്ഞുങ്ങളിലേക്ക്, എന്റെ ഭവനത്തിലേക്ക്, സാമ്പത്തിക മേഖലയിലേക്ക് വരേണ്ട കൃപ, അനുഗ്രഹം, അത് നഷ്ടപ്പെടും. അപ്പൊ വിദ്വേഷത്തിന്റെ വേര് പടർന്ന് ദൂഷ്യം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണമെന്ന് പറയുമ്പോ, എനിക്ക് ആരോടെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള രമ്യതപ്പെടാനുള്ള മേഖലകളുണ്ടെങ്കിൽ ഈ നോമ്പ് കാലത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഞാൻ അതിന് തയ്യാറാകണം. മത്തായി സുവിശേഷം 5:23, നീ ബലിയർപ്പിക്കാൻ ബലിപീഠത്തിലേക്ക് പോകുമ്പോ നിന്നോടാർക്കെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നുന്ന പക്ഷം നീ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി രമ്യതപ്പെട്ടിട്ട് വന്ന് ബലിയർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, വലിയ കാര്യങ്ങളിലല്ല, ഞാൻ എന്റെ ദൈവത്തോട് എത്രമാത്രം വിശുദ്ധിയിൽ അടുക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം എന്റെ ദൈവം എനിക്ക് കൃപ തരും. ഹല്ലേലൂയ. കൃപയുടെ ജീവിതം എല്ലാ സൗഭാഗ്യം എന്നാലും വിചാരിച്ചേക്കരുത്. എന്ന് പറഞ്ഞാൽ, ഞാൻ കരിസ്മാറ്റിക് ധ്യാനം കൂടി പ്രാർത്ഥിച്ചു, ഞാൻ നന്നായിട്ട് എന്റെ പാപമെല്ലാം പറഞ്ഞു കുമ്പസാരിച്ചു, ഇനി എനിക്ക് മുഴുവൻ മുകളിലോട്ട് സാമ്പത്തിക പൂർത്തി, മറ്റെല്ലാ അനുഗ്രഹങ്ങളും മാത്രമാണെന്ന് ആരും വിചാരിക്കരുത്. ആമേൻ, ആമേൻ. സഹനങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും എത്ര പ്രാർത്ഥിക്കുന്ന കുടുംബമോ വ്യക്തിയോ ആയിക്കോട്ടെ കർത്താവ് അനുവദിക്കും. ഫിലിപ്പി ലേഖനം 1:27 പറയുന്നുണ്ട്, അവനിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനോടുകൂടെ സഹിക്കാനുള്ള കൃപയും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. എന്താ പ്രശ്നം എന്നറിയാമോ? ചെറിയ ചെറിയ സങ്കടങ്ങൾ, സഹനങ്ങൾ വരുമ്പോ ദൈവത്തോട് മർദ്ദനിക്കും, ദൈവത്തോടുള്ള പ്രാർത്ഥന നിർത്തും, കർത്താവിന്റെ സന്നിധിയിലുള്ള പ്രാർത്ഥന നിർത്തുന്നു. ഞാൻ ഇത്രത്തോളം പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഓമനിച്ചു വളർത്തിയ ഒരു മകൻ അല്ലെ ഒരു മകൾ പെട്ടെന്നിതാ 10-15 വയസ്സുള്ള സമയത്ത് ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുമ്പോ വിശ്വാസം നഷ്ടപ്പെട്ട കുടുംബത്തെ കണ്ടിട്ടുണ്ട്. പിന്നെ പള്ളി പോകില്ല, പ്രാർത്ഥനയില്ല, ദൈവകൃപ നഷ്ടപ്പെട്ടു. സ്വർഗ്ഗത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 12-13 തിരുവചനം. അവിടെ ഞാൻ നിങ്ങളുമൊക്കെ പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു പാപത്തെ കുറിച്ച് പറയുന്നുണ്ട്. വായിക്കാം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു, ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിക്കുന്നു. ഇവിടെ ശ്രദ്ധിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. ഒട്ടുമിക്ക പാപങ്ങളുടെയും പിന്നിലുള്ള ശത്രു അതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ആരും അഹങ്കാരികളല്ല, ഞാൻ അഹങ്കാരിയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുമൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോ ദിവസവും അഹങ്കാരത്തിന്റെ സംസാരങ്ങളും അഹങ്കാരത്തിന്റെ കാഴ്ചപ്പാടും അഹങ്കാരത്തിന്റെ അഭിപ്രായ പഠനവും ഒക്കെ നടത്തുന്നുണ്ട്.
ആമേൻ, ആമേൻ, ഹല്ലേലൂയ. എനിക്കൊന്നും കുഴപ്പമില്ല, എനിക്കൊന്നും പേടിക്കാനില്ല, എനിക്കിപ്പോ എല്ലാം കൊണ്ട് ഓക്കെ ആണെന്ന് ഒരു വ്യക്തി പറയുമ്പോ തന്നെ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ അഹങ്കരിച്ചു പോയി. കാരണം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞുകൊണ്ട് എല്ലാം ദാനമായിരിക്കെ, എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? ഈ നോമ്പ് കാലത്ത് അനുതാപത്തിന്റെ ശുശ്രൂഷയിലേക്ക് ഞാൻ കടക്കണമെങ്കിൽ എന്റെ ദൈവമേ, എനിക്ക് അഹങ്കാരമുണ്ടെന്നുള്ള ബോധ്യം എനിക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഒരു മാരകമായ രോഗം വന്നാൽ സാമ്പത്തികമായി വലിയ അഭിവൃദ്ധിയുള്ള ഒരു കുടുംബമാണെങ്കിൽ അവരെ ആദ്യം പറയുന്നത്, ആദ്യം അവരെ അസസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഏറ്റവും നല്ല ഹോസ്പിറ്റലിലേക്ക് പോകാം. കാരണം എന്തുകൊണ്ട്? പണമുണ്ട്. ഇല്ലാത്തവനാണെങ്കിൽ പറയും, ദൈവമേ എന്നെ രക്ഷിക്കണം. എല്ലാ സാമ്പത്തികമായി അഭിവൃദ്ധി ഉള്ളവരും അങ്ങനെയാണെന്ന് ധരിച്ചേക്കരുത്. ധാരാളം കോടാനുകോടി സ്വത്തുള്ള ധാരാളം നല്ല മനുഷ്യരുണ്ട്. കർത്താവിന്റെ സഭയ്ക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി വാരിക്കോരി കൊടുക്കുന്ന നല്ല മനുഷ്യരുണ്ട്. എന്നാൽ എല്ലാവരുടെയും ഇടയിൽ പ്രിയപ്പെട്ടവരെ, എന്റെ ദൈവമാണ് എല്ലാത്തിന്റെയും ഉടയവനെന്നും എന്റെ ദൈവമാണ് എനിക്ക് എല്ലാം തന്നതെന്നും ഉള്ള ചിന്തയോ ആ ഒരു ജീവിത ശൈലിയോ ഇല്ലാത്ത എത്രയോ മനുഷ്യരാ. ആ വ്യക്തിക്ക് എപ്രകാരമാണ് അനുതാപത്തിലേക്ക് കടക്കാനായിട്ട് കഴിയുന്നത്? യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് ആദ്യമായിട്ടുണ്ടാകേണ്ട ചിന്ത, എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാനൊരു പാപിയാണ്, ദൈവമേ ഞാൻ പാപിയാണ് എന്നുള്ള വലിയ ഒരു ചിന്ത നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും താമസിച്ചുള്ള ശുശ്രൂഷകൾ, ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒട്ടേറെ ധ്യാന ശുശ്രൂഷകൾ കൂടിയിട്ടുണ്ടാകും. ജീവിതത്തിലെ ചില പാപത്തിന്റെ മേഖലകൾ ഹൃദയം തുറന്നു പറഞ്ഞ് നിങ്ങൾ കുമ്പസാരിച്ചിട്ടുണ്ടാവും. ആര് അങ്ങനെ ചെയ്തില്ലയോ ആ വ്യക്തിക്ക് ഒരിക്കലും അനുതാപത്തിലേക്ക് വരാൻ പറ്റില്ല. ആമേൻ. ഇത് പാപമാണെന്ന് ബോധ്യപ്പെട്ട് ദൈവസന്നിധിയിൽ കർത്താവിന്റെ പ്രതിപുരുഷനായ പുരോഹിതനോട് ഇത് ഹൃദയം തുറന്നേറ്റു പറയാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും അനുതാപത്തിലേക്ക് വരാൻ പറ്റില്ല. എത്രമാത്രം വചനം കേട്ടാലും സങ്കടം തോന്നും. എന്റെ പ്രിയപ്പെട്ടവരെ, സങ്കടം തോന്നും. എന്താണെന്നറിയാമോ? ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുമ്പോ ചില സ്ഥലങ്ങളില് ഇടവക ധ്യാനത്തിനോ താമസമുള്ള ധ്യാനത്തിനോ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് കൗൺസിലിംഗ് അല്ലെങ്കിൽ ഷെയറിംഗ് ശുശ്രൂഷക്കൊക്കെ വരുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, കുമ്പസാരം കഴിഞ്ഞു വന്ന മനുഷ്യര് ചില ഗൗരവമായ പ്രധാനപ്പെട്ട പാപമേഖലകള് പറയാതെ ഇതാ വന്നിരിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തി തരുന്നത് ചോദിക്കുമ്പോഴാണ്, അയ്യോ ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ പറഞ്ഞില്ല. ജഡികമായ ശരീരത്തിന്റെ ചില മേഖലകളിലെ പാപങ്ങൾ. കർത്താവായ ഈശോയെ, കരവുയർത്താവോ, എല്ലാവരും കരവുയർത്താവോ. കർത്താവായ ഈശോയെ, ഈ നോമ്പിന്റെ നാളുകളിൽ യഥാർത്ഥ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും കടന്നു വരാൻ എന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിലേക്ക് നിറയണമേ. ആമേൻ, ആമേൻ. കൈകൾ താത്തിടാം. എനിക്ക് പാപത്തെ കുറിച്ച് ബോധ്യം ജനിക്കുന്നത് എന്നിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. പരിശുദ്ധാത്മാവ് വരാതെ ഒരു വ്യക്തിക്ക് പാപിയാണ്, പാപം എന്നിലുണ്ടെന്ന് ബോധ്യം എനിക്ക് കിട്ടത്തില്ല. ചില മനുഷ്യരോടൊക്കെ പറയും, നിങ്ങളാണെങ്കിലും പറയും, ചേട്ടാ നമുക്കൊരു ധ്യാനത്തിന് പോകാം. ഞാൻ എന്നാ പാപം ചെയ്തിട്ട? നമുക്ക് കുറെ മാസങ്ങളായില്ലേ കുമ്പസാരിക്കാൻ, ഞാൻ എന്നാ ചെയ്തിട്ടാ കുമ്പസാരിക്കുന്നത്? നിങ്ങളാരുമല്ല വേറെ. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയെ പാപബോധത്തിലേക്ക് നയിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് ഹഗ്ഗായിയോട് പറഞ്ഞത്, നിന്റെ സ്ഥിതി നീ മനസ്സിലാക്കണം. അനുതപിക്കേണ്ട മേഖലകൾ, അനുതാപത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് എന്റെ ആത്മാവിന്റെ സ്ഥിതി ഞാൻ മനസ്സിലാക്കണം.
പ്രിയപ്പെട്ടവരെ, പലപ്പോഴും മനുഷ്യർ കുറ്റബോധം വെച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ചില പാപങ്ങള്, ചില കുറവുകൾ ജീവിതത്തിൽ ഉണ്ടായി, അത് കുമ്പസാരത്തിൽ പറഞ്ഞ് ദൈവത്തോട് രമ്യതപ്പെട്ട് പാപപ്പുറത്ത് കിട്ടിയിട്ടും ചില മനുഷ്യരുടെ, പ്രത്യേകിച്ച് സഹോദരിമാർ, നിങ്ങളല്ല വേറെ സഹോദരിമാരുടെ ഹൃദയത്തിൽ എന്താണ്, ദൈവം ക്ഷമിച്ചോ, ദൈവം ക്ഷമിച്ചോ, അത് പൂർണ്ണമായിട്ട് ക്ഷമിച്ചോ, ഞാൻ ഇനി അത് ഏറ്റു പറയണോ എന്നൊക്കെയുള്ള ചിന്ത. ഇവിടെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ എത്ര വലിയ പാപിയാണോ, എത്ര വലിയ തകർന്ന വ്യക്തിയാണോ, ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ ദൈവം എപ്പോഴും നിന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് നിന്നെ കരങ്ങൾ നീട്ടിപ്പിടിക്കുന്ന ധൂർത്ത പുത്രന്റെ ആ ഉപമയിൽ, പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നമ്മളവിടെ കാണുന്നത്. വഴിക്കണ്ണുമായി നോക്കിയിരിക്കുന്ന ആ പിതാവ്, അങ്ങനെ ഒരു ദൈവമാണ് നമുക്കുള്ളത്. ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 28-ാമത്തെ തിരുവചനം. ഏത് പുസ്തകം? ബാറൂക്ക് പ്രവാചകൻ 4-ാം അധ്യായം 28-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീഷ്ണതയിൽ നിങ്ങൾ മടങ്ങി വരും. ഞാനും നിങ്ങൾ കർത്താവിൽ നിന്ന് അകന്നിട്ടുണ്ടോ? കർത്താവിൽ നിന്ന് അകന്നിട്ടുണ്ടോ എന്നെങ്കിലും ഇല്ല, ഉണ്ട്. ഹല്ലേലൂയ. അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീഷ്ണതയിൽ തിരിച്ചു വരിക. ഈ കാലഘട്ടത്തിൽ, ഈ സമയത്തും, ഈ വെയിലത്ത് ഈ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നെങ്കിൽ എന്റെ കർത്താവിന്റെ അടുത്തേക്ക് വരാനുള്ള ആഗ്രഹം കൊണ്ടാണ്. എങ്കിൽ ബാറൂക്ക് പ്രവാചകനിലൂടെ കർത്താവ് ചെയ്യുന്നു, നിങ്ങളുള്ളവരെ പാപം ചെയ്യാത്ത ആരാണുള്ളത്? പാപി ആണ് ഞാനും നിങ്ങളും. എങ്കിൽ കർത്താവ് പറയുന്നു, നീ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ 10 ഇരട്ടി തീഷ്ണതയിൽ തിരിച്ചു വരിക, എന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. എന്നിട്ട് അവിടുന്ന് ദൈവമായ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? തിരിച്ചു വന്ന് എന്നെ അന്വേഷിക്കുക. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കാൻ, തിരിച്ചു വന്ന് ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ, അതിനാണ് അന്വേഷണത്തിന്റെ സമയമാണ് നോമ്പ് കാലഘട്ടം. നമുക്കറിയാം, ആണ്ടുവട്ടത്തിലെ 365ഓളം ദിവസങ്ങളിൽ 50 ദിവസം വലിയ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ജാഗരണത്തിലും ചില ഭക്ഷണ സാധനങ്ങളൊക്കെ മാറ്റിവെക്കലിലും ഒത്തിരിയേറെ നമ്മുടെ സഭയുടെ സിറോ മലബാർ ആകട്ടെ, ലാറ്റിൻ ആകട്ടെ, മലങ്കരയാകട്ടെ, നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മൾ അതിനായിട്ട് മാറ്റിവെക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവരായ നമുക്ക് ഈ 50 ദിവസത്തേക്ക് മാത്രം മാറ്റിവെക്കേണ്ടതാണോ നമ്മുടെ അനുതാപത്തിന്റെ ഈ ശുശ്രൂഷ? ആണോ? 50 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണോ? ഞാൻ അതിലൊരു ഉദാഹരണം പറയാം. ഇന്ന് നല്ല തീരുമാനമെടുത്ത കുറെ ചേട്ടന്മാര്, ഇവിടെയല്ല വേറെ വീടുകളിലുണ്ട്. 50 ദിവസത്തേക്ക് ഞാൻ, അത് ജഡ്ജി പറഞ്ഞു, 50 ദിവസത്തേക്ക് ഞാൻ കുടിക്കത്തില്ല, മദ്യപിക്കത്തില്ല. അപ്പൊ ഒരു വ്യക്തിക്ക് ഇത്ര ദിവസത്തേക്ക് മാത്രമാണോ ഒരു പാപത്തെ കുറിച്ചുള്ള അനുതാപം ബോധ്യം ജനിക്കേണ്ടത്? 50ാമത്തെ ദിവസം എന്തായിരിക്കും ആഘോഷം എന്നറിയാമോ? ഇതിന്റെ പലിശയും പിഴപ്പലിശയും കൂട്ടുപലിശയും സകലതും തീർത്ത് എവിടെയെങ്കിലും ഫ്ലാറ്റ് ആയിട്ട് കിടക്കും. എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഈ 50 ദിവസം കൊണ്ട്? ഉണ്ടോ? ഇല്ലേ? ഇതൊക്കെ നിങ്ങളോട് പാവം നല്ല മനുഷ്യൻ, നിങ്ങളോട് ഇതിനാ പറയുന്നത്, നമ്മൾ കാണുന്ന കാര്യമില്ലേ? അപ്പോൾ കർത്താവ് അരുളി ചെയ്യുന്നത്, നിങ്ങൾ എന്നെ അന്വേഷിച്ച് എന്റെ പക്കലേക്ക് കടന്നു വരണം. യെശയ്യായുടെ പുസ്തകം 66-ാം അധ്യായത്തിന്റെ 2-ാമത്തെ തിരുവചനം ഒന്നെടുത്ത് വായിച്ചേ. യെശയ്യ 66:2. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ കടാക്ഷിക്കുന്നത്. നമ്മുടെ ഈ നോമ്പ് കാലത്തെ ഈ പ്രാർത്ഥനകളും നോമ്പെടുക്കലും എല്ലാം ദൈവത്തെ എന്നെ ദൈവം കടാക്ഷിക്കണം. അതാണ് ഈ ഉദ്ദേശം. ആണല്ലോ? നമുക്ക് ചില നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്കുണ്ട് താനും. ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ചില നിയോഗങ്ങളുണ്ട്. നിയോഗങ്ങളുണ്ടോ? ഉണ്ടോ?
ചിലർക്ക് രോഗങ്ങൾ കാണും, കുട്ടികളെ കുറിച്ചുള്ളത്, സാമ്പത്തിക കാര്യങ്ങള്, കടബാധ്യതകള്, ഒത്തിരി പ്രശ്നങ്ങൾ, പ്രാർത്ഥനാ നിയോഗങ്ങൾ. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ നിയോഗങ്ങളുടെ മേൽ കർത്താവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് വചനത്തിന്റെ ആഴം ഗ്രഹിക്കുമ്പോഴാണ്. അതിന് യെശയ്യായുടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് 66-ാം അധ്യായത്തിന്റെ 2-ാമത്തെ തിരുവചനത്തിൽ. എന്താണ് പറയുന്നത്? കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്. ആത്മാവിലെളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ഒരു ആത്മാവിൽ എളിമയുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഞാനൊരു പാപിയാണ്, എന്റെ ദൈവമേ എന്നുള്ള ബോധ്യം എനിക്ക് കിട്ടുക. ഞാനൊരു പാപിയാണ്, എനിക്ക് പാപമുണ്ട്, എന്റെ ആത്മാവിന്റെ സ്ഥിതി ക്ഷേമത്തിലല്ല, എന്റെ ആത്മാവിന്റെ സ്ഥിതി വളരെ മോശമാണ്. എനിക്ക് ചിലരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ചിലരോട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. വർഷങ്ങളായി മിണ്ടാത്ത മനുഷ്യരുണ്ട്, ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയുന്നു. ഭാര്യ ഭർത്താക്കന്മാര് മാത്രമല്ല, അയൽ ബന്ധങ്ങളിലെ വീഴ്ച. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുന്നു. ആത്മാവിൽ യഥാർത്ഥത്തിലുള്ള എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെ. പ്രിയപ്പെട്ടവരെ, അനേക സ്ഥലത്ത് പറയുന്നുണ്ട് മദ്യപാനം ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല, മദ്യപാനം പാപമാണ്. നമുക്കതറിയാം. ഈ വചനം കേൾക്കുമ്പോ ഞാൻ വിറയ്ക്കണം എന്ന് പറഞ്ഞ എന്താർത്ഥം? ഈ വചനം എന്റെ ഹൃദയത്തിൽ ഞാൻ ഏറ്റെടുക്കുകയും ഇത് പാപമാണെന്നുള്ളൊരു ബോധ്യം എനിക്ക് ജനിക്കുകയും ചെയ്യണം. എനിക്ക് നാളുകളായി ഒരാളോട് രമ്യതപ്പെടാറുണ്ടെങ്കിൽ, ദൈവമേ നിന്റെ ബലിയർപ്പിക്കാനുള്ള അടിസ്ഥാന യോഗ്യത എനിക്കിതിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നു, അത് ഞാൻ മനസ്സിലാക്കണം. 5 മത്തായി സുവിശേഷം. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് മത്തായി 5, 6, 7 അധ്യായങ്ങൾ എല്ലാവരും വായിക്കണം. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ. അവിടെ ചെറുതായ ലളിതമായ ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 5:27 പറയുന്നുണ്ട്, വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ ആഗ്രഹത്തോടെ സ്ത്രീയെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ആഗ്രഹിച്ചാൽ വ്യഭിചാരം ചെയ്യുമെന്ന് പറഞ്ഞ് നിയമം പൂർത്തിയാക്കാമെന്ന കർത്താവ്. എന്റെ നിങ്ങളുടെ സ്ഥിതി എന്താ? കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ ഞാൻ എന്റെ ദൈവസന്നിധിയിൽ എനിക്ക് ബോധ്യം ജനിക്കണം. ഇന്ന് ഒരുപക്ഷെ ഈ പ്രാർത്ഥനകള് ഈ 50 ദിവസമൊക്കെ പ്രിയപ്പെട്ടവരെ നന്നായിട്ട് പോകണമെങ്കിൽ ഞാൻ നിങ്ങളുമൊക്കെ ഈ മൊബൈല് എന്ന് പറയുന്ന സംഗതി അല്പം ഒന്ന് അതിൽ നിന്നൊന്ന് വിട്ടു നിൽക്കാൻ. മൊബൈൽ വേണം, ഫോൺ വിളിക്കണം, മെസ്സേജുകളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം വേണം. പക്ഷെ അതിനപ്പുറത്ത് ചില കാര്യങ്ങളിൽ വ്യാപരിച്ചിരിക്കുന്നവർ ഈ സമൂഹത്തിൽ ഉണ്ടാകാം. നേരം പോകാൻ, പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ നേരം പോകാൻ നമുക്ക് ദൈവം തന്നത് ഇതാണ്. ഒരു വർഷം മുമ്പ് വരെ മക്കൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേടിയായിരുന്നു, അങ്ങനെ പേടിപ്പിച്ചു നിർത്തി. ഇപ്പൊ എന്ത് പറ്റി? എല്ലാവർക്കും ഓരോന്ന് വീതം നമ്മള് കൊടുക്കേണ്ടതായിട്ട് വന്നു. അത് തെറ്റാണോ? അല്ല. നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചോ? ദൈവം ഇതെല്ലാം ചെയ്ത സമയത്ത് ഈ ക്രമീകരണങ്ങളെല്ലാം ആക്കിയതിനു ശേഷമാണ് പ്രിയപ്പെട്ടവരെ ചെയ്തത്. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇന്ന് ഓരോ കുട്ടിക്കും മൊബൈൽ വെച്ച് വീട്ടിൽ വെച്ച് ക്ലാസ് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനുള്ള നെറ്റ്വർക്കുകളും അതിനുള്ള ഒരുപക്ഷെ സാമ്പത്തികമായ അടിത്തറയും എല്ലാം ഉണ്ടാക്കിയതിനു ശേഷമാണ്. ഒരു 5 വർഷം മുമ്പാണ് ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് പോവുമോ വിദ്യാഭ്യാസ മേഖല? പോവില്ലയോ? ഇല്ല. ദൈവം ഇങ്ങനെ ഒന്ന് കണ്ടിട്ട് ഒന്ന് ചെയ്യുന്നെങ്കിൽ എന്റെ ജീവിതത്തിലും ഒന്ന് കണ്ടിട്ടേ ദൈവം ഒന്ന് ചെയ്യുള്ളൂ. ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം, എന്റെ ദൈവത്തോട് ആത്മാവിൽ എളിമ എനിക്കുണ്ടാകണം, അനുതാപം ഉണ്ടാകണം. അവിടുത്തെ വചനം ഞാൻ കേൾക്കുമ്പോൾ ഞാൻ വിറയ്ക്കണം എന്ന് പറഞ്ഞാൽ ആ വചനം ആത്മാവും ജീവനുമായ, യോഹന്നാൻ 6:63 പറയുന്ന ആത്മാവും ജീവനുമായ ആ വചനം
എന്റെ ദൈവമേ, അത് ലംഘിച്ചു, ഞാൻ പാപം ചെയ്തു പോയി എന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടാകണം. സ്വരമേറ്റ് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. സക്രിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-4 തിരുവചനം. സക്രിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3-4 തിരുവചനം. അവിടെ പറയുന്നു, വായിക്കാമോ? സക്രിയ, മലാക്കി, മത്തായിയുടെ തൊട്ട് പുറകില് 1-ാം അധ്യായം 3-4 തിരുവചനം. അതുകൊണ്ട് അല്ലല്ലോ, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. ആമേൻ. ആമേൻ. എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. നോമ്പുകാലം ദൈവസന്നിധിയിലേക്കുള്ള മടക്കമാണ്. ആമേൻ, ഹല്ലേലൂയ. വലിയ നോമ്പിന്റെ അവസാനമല്ല നാം കുമ്പസാരിക്കേണ്ടത്. നമ്മളൊക്കെ 2 ആഴ്ച കൂടുമ്പോ, ഇപ്പൊ അങ്ങനെ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. കുമ്പസാരിക്കേണ്ടത് ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ്. എല്ലാ ദിവസവും കുമ്പസാരിക്കണമെങ്കിൽ ദൈവമായ കർത്താവ് കേരള സഭയിൽ അതിനുള്ള സൗകര്യം തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇതിന്റെ ചുറ്റുവട്ടത്തിൽ ഒരു 5 കിലോമീറ്റർ എടുത്തോ, എത്ര ആൾക്കാരുണ്ട്, എത്ര വൈദികരുണ്ട്. ഒരുവൻ അവൻ തീരുമാനിക്കണം, എന്റെ ആത്മാവിന്റെ സ്ഥിതി ഞാൻ എങ്ങനെ നിലനിർത്തണം. സൈന്യങ്ങളുടെ കർത്താവ് എന്നോട് അരുളി ചെയ്യുന്നു, സക്രിയയുടെ പുസ്തകത്തിലൂടെ എന്താ പറയുന്നത്? നിങ്ങൾ എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, അപ്പൊ ഞാനും നിങ്ങളുടെ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ തിരുവചനവും ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ എന്നോട് ചേർന്നിരിക്കുവിൻ, അപ്പോൾ ഞാനും നിങ്ങളോട് ചേർന്നിരിക്കും. പ്രിയപ്പെട്ടവരെ, ചേർന്നിരിക്കാനുള്ള നാളുകളാണ് ദൈവം നമുക്ക് ഈ നോയമ്പ് കാലത്തിലൂടെ തന്നിരിക്കുന്നത്. ചേർന്നിരിക്കാൻ കുറവുകൾ, പോരായ്മകൾ, അകൽച്ചകൾ ജീവിതത്തിൽ ഉണ്ടാകും. കുടുംബ ജീവിതക്കാരാണ്, മാതാപിതാക്കൾ, മക്കളാണ് ഈ സമൂഹത്തിലുള്ളത്. തീർച്ചയായിട്ടും പല വിധത്തിലുള്ള ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിന്റെ പ്രശ്നവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പ്രശ്നമാണ് അടുത്ത കുടുംബത്തിൽ. എങ്കിൽ ഞാൻ മനഃപൂർവ്വം എന്റെ കർത്താവിലേക്ക് അടുക്കാൻ, മടങ്ങി വരാൻ ഞാൻ ശ്രദ്ധിക്കണം. അങ്ങനെ മടങ്ങി വരുമ്പോഴാണ് അനുതാപത്തിന്റെ അനുഗ്രഹം എന്റെ ഭവനത്തിലേക്ക് ദൈവം എനിക്ക് അനുവദിക്കുക. സ്വരമേറ്റ് പറ ഹല്ലേലൂയ, സ്വരമേറ്റ് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 31-ൽ പറയുന്നുണ്ട്, എനിക്കെതിരെ നിങ്ങൾ ചെയ്ത എല്ലാ അതിക്രമങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. എനിക്ക് എതിരെ നിങ്ങൾ ചെയ്ത എല്ലാ അതിക്രമങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. ഒരു പുതിയ ഹൃദയവും ഒരു പുതിയ ചൈതന്യവും നിങ്ങൾ നേടുവിൻ. ഹല്ലേലൂയ. ദൈവത്തിനെതിരെ ചെയ്യുന്ന അതിക്രമമാണ് പാപം. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നുള്ള അകന്നു പോക്കലാണ് പാപം. നമ്മൾ നേരത്തെ കണ്ടു. എങ്കിൽ എസെക്കിയേലിലൂടെ പറയുകയാണ്, എനിക്കെതിരെ നിങ്ങൾ ചെയ്ത എല്ലാ അകൃത്യങ്ങളും, എല്ലാ പാപങ്ങളും നിങ്ങൾ വിട്ട് കളഞ്ഞിട്ട് എന്റെ പക്കലേക്ക് നിങ്ങൾ വരുവിൻ. നിങ്ങൾക്ക് ഞാനൊരു പുതിയ ഹൃദയവും ഒരു പുതിയ ചൈതന്യവും എന്റെ പക്കൽ നിന്ന് നേടുവിൻ. പ്രിയമുള്ളവരെ, ചൈതന്യം നേടാൻ, പുതിയ ഹൃദയം നേടാൻ എസെക്കിയേലിന്റെ പുസ്തകം തന്നെ 36-ന്റെ 25-ാമത്തെ തിരുവചനം മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. എസെക്കിയേൽ 36, 25, 26. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. മതി. അവിടെ 25-ാമത്തെ വചനം പറയുന്നു, ഒന്നുകൂടെ വായിച്ചോ, ഉറക്കെ വായിച്ചോ. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. മതി. പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്റെ മേൽ ശുദ്ധജലം തളിക്കുമ്പോഴാണ് ഞാൻ വെണ്മയുള്ള വ്യക്തിയായി തീരുന്നത്. സ്വരമേർത്തി ഹല്ലേലൂയ, സ്വരമേർത്തി പറ ഹല്ലേലൂയ. ഞാൻ എന്റെ അങ്കി കഴുകി. വെളിപാട് ഏറ്റവും അവസാനത്തെ അധ്യായം 22:14. ഏറ്റവും ലാസ്റ്റ് പേജ് 22:14. അവിടെ പറയാണ്, കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ, ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശമുണ്ടാകാൻ
കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കുവാൻ തങ്ങളുടെ അങ്കികൾ കഴുകി വെണ്മയുള്ളവനാക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അങ്കി കഴുകലാണ് നോമ്പുകാലത്തിന്റെ കാതലായ കാര്യമെന്ന് പറയുന്നത്. അങ്കികൾ കഴുകുക. എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും അകന്നുപോയ എന്റെ ഹൃദയത്തിലുള്ള സകല പീഡകളും, എന്റെ ഹൃദയത്തിലുള്ള വെറുപ്പ്, വിദ്വേഷം, സ്നേഹക്കുറവ്, സകല മേഖലകളിലും എന്റെ ദൈവമേ, അങ്ങയോട് അങ്ങയുടെ സന്നിധി വിട്ട് അകന്നുപോയ സകല പാപങ്ങളും ഏറ്റുപറയാൻ, എന്റെ അങ്കി കഴുകാൻ, ഞാൻ ധരിച്ചിരിക്കുന്ന എന്റെ വസ്ത്രം കഴുകി വെണ്മയുള്ളതാക്കാൻ ഉള്ള ഈ വിളി സഭ നമുക്ക് നോമ്പുകാലത്തിലൂടെ തന്നിരിക്കുന്നു. അതിന്റെ ഫലം കിട്ടണമെങ്കിൽ ആദ്യം അങ്കി കഴുകണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹൃദയം തുറന്ന് സകല വിധത്തിലുള്ള പാപങ്ങളും ഏറ്റുപറയാതെ ഒരു വ്യക്തിക്ക് കൃപയിലേക്ക് വളരാൻ ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ എന്തുമായിക്കോട്ടെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എന്റെ പാപം ക്ഷമിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഞാൻ എത്ര വലിയ പാപിയാണോ, എത്ര വലിയ രോഗിയാണോ, എത്ര തകർന്ന വ്യക്തിയാണോ, ആർക്കും വേണ്ടാത്ത വ്യക്തിയായിക്കോട്ടെ, എന്റെ കർത്താവിന് എന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. എന്റെ കർത്താവിന് എന്നെ വേണം. കണക്കിന്റെ കാര്യം മാത്രം കർത്താവ് ലേശം പറയില്ല. കണക്കിന്റെ കാര്യത്തിൽ മാത്രം. 100 ആളുണ്ടായിരിക്കെ ഒന്ന് വിട്ടുപോയ 99 വിട്ടിട്ട് ഒന്നിനെ അന്വേഷിക്കും. ചോദ്യം, 99 വലുത്, 1 വലുത്? അരിത്തമാറ്റിക്കേ പറയാവുള്ളൂ, കൂടുതൽ ആലോചിച്ച് പറയുന്നു. 99 ആണോ സംഖ്യയിൽ വലുത്, 1 ആണോ വലുത്? 99 കളഞ്ഞിട്ട് 1 പുറകെ പോകുന്ന നമ്മുടെ ദൈവം. ആ ദൈവം ഞാൻ എത്രയെല്ലാം വിധത്തിൽ അകന്നു പോയാലും എന്നെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു ദൈവമാണ്. ആ ദൈവം കണ്ടെത്തുന്നവനാണെന്നും ക്ഷമിക്കുന്നവനാണെന്നുള്ള ബോധ്യം എനിക്ക് ആദ്യമായിട്ടുണ്ടാകണം. അനേകരുടെ മനസ്സിലുള്ള ഒരു വലിയ ദുർപീഡയുണ്ട്. എന്നാലും അത് ക്ഷമിക്കുമോ? എന്നാലും ആ പാപം, ഇത്രയും വലിയ പാപം ഞാൻ ചെയ്തല്ലോ, അത് ക്ഷമിക്കുമോ? ദൈവം നിന്റെ സകല പാപങ്ങളും ഒരു ചാക്കിനകത്ത്, ഭാണ്ഡത്തിനകത്ത് കെട്ടി ആഴിയുടെ അഗാധതയിൽ കൊണ്ടുപോയി കളഞ്ഞിരിക്കുന്നു. അതിന് സഭ നമുക്ക് നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹമാണ് അനുതാപ ശുശ്രൂഷ എന്ന് പറയുന്നത്. ആ അനുതാപ ശുശ്രൂഷയിലേക്ക്, അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് പ്രായമുള്ള സഹോദരങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. 65 വയസ്സിന് എന്റെയൊക്കെ ഇടവപ്പള്ളി, നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് ആഗ്രഹമുള്ളവർ വരും. സഭ ഇങ്ങനെ പറഞ്ഞു എന്നതിന്റെ പേരിൽ ആരോഗ്യമുള്ള എത്രയോ പേര് കുർബാന ഞങ്ങള് വീട്ടിലിരുന്നാ കാണുന്നേ, ടിവിയിലാ കാണുന്നേ. പ്രിയമുള്ളവരെ, ഒരു സമയത്ത് ദൈവം നമുക്ക് അങ്ങനെ ഒരു അവസരം തന്നു, അന്ന് ടിവിയിൽ കണ്ടു. പക്ഷേ അതിനുശേഷം അതൊരു ശൈലിയാക്കിയാൽ അത് ദൈവ സന്നിധിയിൽ സ്വീകാര്യമാകുമോ? ഒരിക്കലുമില്ല. അപ്പോൾ എനിക്ക് ബോധ്യമാണ് എനിക്ക് ജനിക്കേണ്ടത്. ബോധ്യം എനിക്ക് ജനിക്കണം എല്ലാത്തിനെ കുറിച്ചും. അതിനെനിക്ക് എന്തുണ്ടാകണം? എനിക്ക് വചനം എന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. വചനം അറിയാത്തതാണ് എന്റെ പാപം. മർക്കോസ് 12:24. ദൈവത്തിന്റെ വചനമോ അതിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. ഇന്നുള്ള വചനത്തെ കുറിച്ചുള്ള ബോധ്യം 15 വർഷം 10 വർഷം മുമ്പുണ്ടെങ്കിൽ പല പാപങ്ങളും ഞാൻ ചെയ്യില്ലായിരുന്നു. ഇവിടെ ഈ 1 വർഷക്കാലം വീട്ടിലിരുന്നില്ലേ, ഞാൻ പലപ്പോഴും ധ്യാനിക്കും, ചിന്തിക്കും, ദൈവമേ എന്തു പാപം കുറഞ്ഞു. ശരിയല്ലേ? ഞാൻ പുറത്തോട്ടിറങ്ങുമ്പോഴല്ലേ ഞാൻ എന്റെ നാക്ക് ഉപയോഗിച്ച് പല കാര്യങ്ങളും പറയുന്നേ, ആണോ അല്ലയോ? ഞാൻ പലതും കാണും. ഒരു സഹോദരി അതിലെ പോവുക, എന്തായാലും ഒരു വസ്ത്രധാരണത്തിന് നിങ്ങൾ പോക്ക് കണ്ടില്ല, പള്ളി വന്നിരിക്കുന്നത്. എന്തിനാ ഞാൻ കുറ്റം വിധിക്കുന്നേ? ഞാൻ വീട്ടിലിരുന്നപ്പോ ഇപ്പൊ പാപമില്ല. വീട്ടിലിരിക്കുമ്പോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് ജ്ഞാനം ലഭിക്കാൻ, നമുക്ക് ബോധ്യം ലഭിക്കാൻ ഈ നാളുകളിൽ ദൈവം അനുവദിച്ച
ഈ സംഭവങ്ങൾ ഇത് ദൈവാനുവദിച്ച നന്മയുടെ നാളുകളാണെന്ന് എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ഈ ലോക്ക്ഡൌണും ഈ കൊറോണയും എന്തുമാത്രം കാര്യങ്ങൾ എന്നെയും നിങ്ങളെയും സഭയെയും പഠിപ്പിച്ചു സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ബുദ്ധിശക്തിയിലും വിദ്യാഭ്യാസത്തിലും ജോലിയിലും കഴിവിലും സാമർഥ്യത്തിലും വിദേശത്ത് മക്കളുള്ളവരുടെ സാമ്പത്തിക സ്ഥിതിയിലും ആശ്രയിച്ചിരുന്ന എത്രയോ കുടുംബങ്ങൾ ഇന്ന് പലതും നഷ്ടപ്പെട്ടപ്പോ ദൈവമേ എനിക്കുള്ളൂ, ദൈവമേ എന്നെ സഹായിക്കാനുള്ളൂ എന്ന ബോധ്യത്തിലേക്ക് കടന്നു വന്നു. ആ ദൈവം ഒരു കുറവില്ലാതെ നമ്മെ ഇന്നും ഈ കാലഘട്ടത്തിലും നടത്തുന്നുണ്ടെങ്കിൽ അതാണ് ദൈവസ്നേഹത്തിന്റെ പാരമ്യം എന്ന് പറയുന്നത്. സ്വർമയത്തി ഹല്ലേലൂയ. 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 കർത്താവിന്റെ മുന്നോടിയായി കടന്നു വന്ന സ്നാപക യോഹന്നാൻ, കർത്താവിന് മുന്നോടിയായി വഴിയൊരുക്കാൻ വന്ന സ്നാപകൻ, ജനത്തെ ഒരുക്കാനായിട്ട്, ജനത്തെ ഈശോയ്ക്ക് സമർപ്പിക്കാനായിട്ട്, ജനത്തിന് കർത്താവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപകൻ പറഞ്ഞു, അനുതപിക്കുവിൻ, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടാൻ, അനുതപിക്കാൻ കർത്താവ്, അതിനുശേഷം ഈശോ തന്റെ ശുശ്രൂഷ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 15-ാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞു, സമയം പൂർത്തിയായിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും സ്നേഹവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ്. പരിശുദ്ധാത്മാവിൽ ഒരുവൻ ആനന്ദിക്കണമെങ്കിൽ പാപം ഉപേക്ഷിക്കണം, അഥവാ ഞാൻ പാപിയാണ് എന്ന ബോധ്യം എനിക്ക് ഉണ്ടാകണം. അങ്ങനെ പാപം ഉപേക്ഷിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ കാലഘട്ടം, ഈ നോമ്പിന്റെ നാളുകൾ, ശക്തരായ പ്രാർത്ഥനയുടെ മനുഷ്യരായി പ്രിയപ്പെട്ടവരെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ നമുക്ക് ധാരാളം സമയം പ്രാർത്ഥിക്കണം, വചനം വായിക്കണം. ഈ നാളുകളിലൊക്കെ ധാരാളം മക്കൾ വചനം വായിക്കാൻ തുടങ്ങി. 1-2 പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ തീർത്ത ആളുകളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിൽ നിങ്ങളും വചനം വായിച്ചു തീർത്തിട്ടുണ്ടാവും. അങ്ങനെ വായിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മിനിമം 5 അധ്യായമെങ്കിലും ഒരു ദിവസം അരമണിക്കൂർ വചനം വായിക്കുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ സഭയുടെ കുർബാന, പരിശുദ്ധ കുർബാന, മറ്റു കൂദാശകൾ സ്വീകരിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ, അതിനുള്ള അവസരമുണ്ടെങ്കിൽ നമ്മൾ അത് പ്രയോജനപ്പെടുത്തുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോഴും എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. എനിക്ക് ആത്മീയമായി വളരാൻ എന്റെ ദൈവം അനുകൂലമായ സാഹചര്യങ്ങൾ എനിക്ക് എപ്പോഴും നൽകുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഈ നാളുകളിൽ ഇത്രത്തോളം പ്രതിസന്ധികൾ വന്നിട്ടും എനിക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാൻ എനിക്ക് ദൈവം എത്രമാത്രം സമയം അനുവദിച്ചു. ഹല്ലേലൂയ. ഹൃദയം തമ്മിൽ, കുടുംബാംഗങ്ങൾ തമ്മിൽ അടുക്കാൻ, സ്നേഹിക്കാൻ ഒക്കെ ദൈവം അവസരം തന്നു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ഈ നോമ്പ് നാളുകളിൽ ഉദ്ധിതനായ കർത്താവിനെ നമുക്ക് വരവേൽക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. എനിക്ക് തോന്നുന്നു സമയം 5 മിനിറ്റ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഞാനൊരു പാപിയായ മനുഷ്യനാണ്, കർത്താവേ ഞാൻ പാപിയാണ് എന്ന ഒരു ബോധ്യം എന്നിൽ ജനിക്കണം. ചെറുതും വലുതുമായിട്ടുള്ള കുറവുകൾ, വലിയ ഗൗരവമായിട്ടുള്ള മാരകമായ പാപങ്ങളൊന്നും ആയിരിക്കില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ എൻ്റെ ഹൃദയം പലപ്പോഴും എൻ്റെ ദൈവ സ്നേഹത്തിൽ നിന്ന്, സഹോദര സ്നേഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന അവസ്ഥാവിശേഷങ്ങൾ ഒക്കെ ഉണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. 2 കരം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളടച്ച് കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ
സന്നിധിയിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തമായിട്ടിരിക്കാം, ശാന്തമായിട്ടിരിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 28-ാം അധ്യായത്തിന്റെ 13-ൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: പാപം മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകുകയില്ല, കുറ്റം ഏറ്റുപറഞ്ഞ് അനുതപിക്കുന്നവന് മാപ്പ് ലഭിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 28:13 പറയാണ്: പാപം മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകില്ല. സ്വൽമേർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പല ഐശ്വര്യങ്ങളും എൻ്റെ കുടുംബത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചില പാപം ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. സ്വൽമേർത്തി പറ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ചിന്ത പങ്കുവെക്കുന്നു. ചില ശരീരത്തിന്റെ മേഖലയിലുള്ള പാപം ഹൃദയം തുറന്ന് പങ്കുവെക്കാൻ കർത്തൃസന്നിധിയിൽ പറ്റാത്തവർ ഉണ്ടോ പരിശോധിക്കുക. ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകും. സ്വൽമേർത്തി പറ ഹല്ലേലൂയ, സ്വൽമേർത്തി പറ ഹല്ലേലൂയ. ലജ്ജ കൊണ്ടോ അച്ഛനെന്ന് വിചാരിക്കുന്നുണ്ടോ ഒക്കെ പറഞ്ഞ് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കോണം. നിന്റെ ദൈവവും നീയുമായിട്ടുള്ള ബന്ധം, അതിനിടയ്ക്ക് ഒരു തടസ്സവുമില്ല. ആർക്കും ഒന്നിനെയും തടസ്സപ്പെടുത്താൻ പറ്റില്ല. സ്വതന്ത്രമായിട്ട് എന്റെ ദൈവത്തോട് ഏറ്റുപറയാൻ എനിക്ക് കഴിയാത്തിടത്തോളം കാലം. നേരത്തെ പറഞ്ഞല്ലോ, യൂദത്തിന്റെ പുസ്തകം 5:17, ഇസ്രായേൽ ജനം കർത്താവ് അവരുടെ കൂടെ നിന്നത് ദൈവത്തെ അനുസരിച്ച്, ദൈവിക നിയമങ്ങൾ അനുസരിച്ച് അവർ പോയപ്പോഴാ. വചനം പറയുന്നു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്, പാപത്തെ വെറുക്കുന്ന ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന ദൈവം എന്റെ കൂടെ നിൽക്കണം. എന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എന്റെ പാപത്തെ എന്റെ ദൈവം വെറുക്കുന്നു. ഈ പാപത്തെ വെറുക്കുന്ന ദൈവം, പാപിയെ സ്നേഹിക്കുന്ന ദൈവം, ആ പാപിയായ വ്യക്തി, ഞാനൊരു പാപിയാണ് എങ്കിൽ അത് ഏറ്റുപറയുന്നില്ലെങ്കിൽ, സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങളോട് പറയാണ്, മറച്ചു വെക്കുന്നവൻ ഐശ്വര്യം ഉണ്ടാകില്ല, കുറ്റം ഏറ്റുപറഞ്ഞ് അനുതപിക്കുന്നവന് മാപ്പ് ലഭിക്കും. ഇന്ന് എന്ത് വിഷയത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? അനുതാപത്തെ കുറിച്ച്. അനുതപിക്കുന്നവന് മാത്രമേ അനുഗ്രഹം ലഭിക്കൂ. കുറ്റമേറ്റു പറയാത്തവന് അനുഗ്രഹം ലഭിക്കില്ല. സ്വരമേർത്തി ഹല്ലേലൂയ. വിലാപങ്ങളുടെ പുസ്തകം, ജെറമ്യ കഴിഞ്ഞ് വിലാപങ്ങളുടെ പുസ്തകം 3:40. വിലാപങ്ങളുടെ പുസ്തകം 3:40 കിട്ടിയൊരു വായിച്ചോ? വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 40-ാമത്തെ തിരുവചനം: നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരികെയും ചെയ്യാം. ഹല്ലേലൂയ. സ്വരമേർത്തി ഹല്ലേലൂയ. സ്വരമേർത്തി പറ ഹല്ലേലൂയ. സൂക്ഷ്മമായി പരിശോധിച്ചോണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് അവളോട് പിണക്കൊന്നുമില്ല, പക്ഷെ വേണ്ടിയിട്ടൊക്കെ പറയാം. ആമേൻ, ആമേൻ. എവിടെയാണ് അവസ്ഥ? കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങളുടെ സ്ഥിതിയെ പറ്റി പരിശോധിച്ചോ? നിങ്ങളുടെ സ്ഥിതിയെ പറ്റി പരിശോധിച്ചോ? ഇത് ഞാനും നിങ്ങളുടെ അടങ്ങുന്ന സമൂഹത്തെ കുറിച്ചാണ് പറയുക. വായിക്കാം. 3:40. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരികെയും ചെയ്യാം. ബാക്കി, നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിലേക്ക് ഉയർത്താം. ആമേൻ.